പുറത്തിരിപ്പുണ്ട്. തർക്കം സഹിക്കാൻ പറ്റാതെ ഞാൻ ഒക്കെ തുറന്നു പറയുമെന്ന ഘട്ടത്തിൽ ദേവിക എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നതാ. തീരുമാനമുണ്ടാക്കാതെ ഇറങ്ങില്ല എന്നാ ചന്ദ്രമതി പറയുന്നത്. ഇപ്പൊ ഞാനൊരു തീരുമാനമുണ്ടാക്കി കൊടുക്കാൻ പോവാ. തനൂജ ബലരാമന്റെ മോളാണെന്ന് ഞാൻ പറയാൻ പോവാ. അവളോട് പറയുന്നതിന് മുൻപ് സിദ്ധുവിനോട് കാര്യങ്ങൾ അറിയിക്കണമല്ലോ. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കരുത്. അബദ്ധം കാണിച്ചത് ഞാനല്ല, ആ ബലരാമനാ. അതിനനുഭവിച്ചതത്രയും നമ്മുടെ കുടുംബവും. പ്രഭ, ഞാൻ പറയുന്നു കേൾക്ക്. വല്ലവർക്കും വേണ്ടി നമ്മൾ എന്തിനാ സിദ്ധു അപവാദം സഹിക്കുന്നത്? പാവ രജനി, ഇനിയും കുത്തും കൊലപാതകം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയാൻ തന്നെ പോവാ. തീരുമാനം ഉണ്ടാവാതെ ചന്ദ്രമതി അവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു അല്ലേ? അവളെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകൂന്നു. എങ്കിൽ ആ തീരുമാനം ഞാനുണ്ടാക്കാം. എന്താ സിദ്ധു? ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവാ ഞാൻ. വളരെ കാലമായില്ലേ സിദ്ധു ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഇതങ്ങനെയല്ല. ഇനി ബലരാമന്റെ നീക്കത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നില്ല. ചന്ദ്രമതിയോട് മറ്റെന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞയക്കും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലവേദന എന്നേക്കുമായി തീരും. ഇതെന്റെ വാക്കാ. ശരി, സിദ്ധുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. തനിക്ക് എന്നെ വിശ്വസിക്കാം. എന്താ അച്ഛൻ പറഞ്ഞേ? എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാമെന്ന്. എന്തായിരിക്കും അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? ഈ തലവേദന ഇന്നത്തോടെ തീർക്കുമെന്നാ പറഞ്ഞത്. ബലരാമനോട് ശക്തമായിട്ട് പറയുമായിരിക്കും. അമ്മ വാ, ചന്ദ്രമതി എന്റെ തിരക്കുന്നുണ്ട്. വാ അമ്മേ, വാ. എവിടെ സിദ്ധു? എപ്പോ വരും? അതോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞോ? ചെയ്ത് കൂട്ടിയ വൃത്തികേടുകളൊക്കെ ഞാൻ അറിഞ്ഞുവെന്നും ഇവിടെ വന്ന് ഞാൻ ബഹളം വെക്കുകയാണെന്നും അറിയിച്ചാ സിദ്ധുവിനെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാലോ അല്ലേ? ഒളിച്ചിരിക്കേണ്ട ഗതികേട് ആർക്കാ വരാൻ പോകുന്നെന്ന് കാണാം നമുക്ക്. ആന്റി, അച്ഛന് പറയാനുള്ളത് ഇന്ന് പറയും. അത് കേൾക്കണോ എനിക്ക്? ഇന്നെന്തായാലും സിദ്ധുവിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവും. മതി, അത് മതി. ഇന്നത്തോടെ രണ്ടിലൊന്ന് അറിയട്ടെ. ഇനി വച്ച് നീട്ടണ്ട, കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ. അതെ, അവസാനിപ്പിക്കും. ഇനി എന്തായാലും സിദ്ധുവും ബാലുവും തമ്മിൽ ഒരു ബന്ധവും വേണ്ട. ഇനി അഥവാ അങ്ങനെ സൗഹൃദം തുടർന്ന ഞാനായിരിക്കും അവരെ അകറ്റാൻ പോകുന്നത്. ദേവി, നന്ദു എവിടെയാ? ഹോസ്പിറ്റലിലാണോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചേച്ചിക്ക് ഫ്രൂട്ട്സും മറ്റും വാങ്ങണം. നന്ദു, ചന്ദ്രമതി എന്റെ ഇവിടെ വന്നിരിക്കുക. അച്ഛനെ കണ്ട് സംസാരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബലരാമൻ അങ്കിളിനെ മൊത്തം ചീത്തയാക്കുന്നത് അച്ഛനാണെന്നും പറഞ്ഞു ഒരേ ബഹളോ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലോ, ചിലപ്പോ അങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നന്ദു, എനിക്കൊരു പേടി. ഇനി അച്ഛൻ ബലരാമൻ അങ്കിളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വഴക്കാവോ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ പേടിക്കുന്ന എന്തിനാ? പറയുന്നെങ്കിൽ പറയട്ടെ.
അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം.